Art of communication. A baby's first communication to the world is through its cry. This is the happiest moment in a mother's life. A child's first mentor and teacher is its mother. നിങ്ങളുടെ മദർ ടങ് എന്താണ്? ആർക്കെങ്കിലും പറയാമോ? നിങ്ങളുടെ മദർ ടങ് മലയാളം. പക്ഷേ ഇപ്പോൾ മലയാളം അരിയില്ല എന്നുള്ളതാണ് ഫാഷൻ. നിങ്ങൾ കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുഞ്ഞുണ്ണി മാഷ് ഉണ്ട്. ഓക്കെ, കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു കവിത ഇപ്രകാരമാണ്: ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യതൻ പേരങ് ഇംഗ്ലണ്ടിൽ തന്നെ ആക്കി ഞാൻ. ജനിക്കും നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യതൻ പേരങ് ഇംഗ്ലണ്ടിൽ തന്നെ ആക്കി ഞാൻ. നിങ്ങൾ അക്ബർ ചക്രവർത്തിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ. ഒരിക്കൽ ഒരു പണ്ഡിതൻ അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ വന്നു. അദ്ദേഹത്തിന് പലവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിൽ നല്ല വൈദഗ്ധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അക്ബർ ചക്രവർത്തി അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയുടെ മാതൃഭാഷ എന്താണ്? അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ചക്രവർത്തി, എന്റെ മാതൃഭാഷ കണ്ടുപിടിക്കുന്ന ആൾക്ക് ഞാൻ 1000 സ്വർണ്ണ നാണയം സമ്മാനമായി തരാം. അപ്പോൾ ആ സഭയിൽ ഉണ്ടായിരുന്ന എല്ലാ ജനങ്ങളും കോട്ടിയേഴ്സും എല്ലാം ഈ പണ്ഡിതനോട് പല പല ഭാഷകളിൽ പല പല ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഈ പണ്ഡിതൻ നല്ല മണിമണിയായിട്ട് ഇതിനെല്ലാം ഉത്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒടുവിൽ അക്ബർ ചക്രവർത്തി ബീർബലിനോട് ചോദിച്ചു, ബീർബൽ, അങ്ങേക്ക് ഈ പണ്ഡിതന്റെ മാതൃഭാഷ കണ്ടുപിടിക്കാമോ? അപ്പോൾ ബീർബൽ പറഞ്ഞു, ഉവ്വ് തിരുമനസ്സേ, ഞാൻ നാളെ പറയാമെന്ന്. അങ്ങനെ രാത്രിയായി. പണ്ഡിതൻ സ്വന്തം മുറിയിൽ ഉറങ്ങുവാൻ പോയി. നല്ല കൂർക്കം വലിച്ച ഉറക്കം. ബീർബൽ എങ്ങനെയോ ആ മുറിയിൽ കയറി പറ്റി. ബീർബൽ പണ്ഡിതന്റെ ചെവിയിൽ എന്തോ ഒന്ന് മന്ത്രിച്ചു. ഒരു തൂവൽ കൊണ്ട് ചെവിയിൽ ചെറുതായി ഒന്ന് ഉരസി. പണ്ഡിതൻ ഞെട്ടി ഉണർന്നു. വിടമാട്ടെ വിടമാട്ടെ എന്ന് ഉറക്കം നിലവിളിച്ചു. ബീർബൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ കൊട്ടാരത്തിൽ അക്ബർ ചക്രവർത്തി ബീർബലിനോട് ചോദിച്ചു, ബീർബൽ, ഈ പണ്ഡിതന്റെ മാതൃഭാഷ നിങ്ങൾ കണ്ടുപിടിച്ചോ? അപ്പോൾ ബീർബൽ പറഞ്ഞു, ഉവ്വ് തിരുമനസ്സേ, ഞാൻ കണ്ടുപിടിച്ചു. എന്താണ് മാതൃഭാഷ? തമിഴ്. One's mother tongue is deeply ingrained and comes out naturally in moments of surprise or difficulty. നിങ്ങളുടെ ബോസിന്റെ മാതൃഭാഷ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ? ബോസിന്റെ മാതൃഭാഷ എങ്കിൽ ഒരു സ്വല്പം ചൂടുവെള്ളം പുള്ളി അറിയാതെ കാലിൽ ഒന്ന് ഒഴിച്ചു നോക്കിയാൽ മതി. Watch your thoughts, they become words. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ രണ്ടാമത്തെ മകളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലായിരുന്നു. അപ്പോൾ എന്റെ ചേച്ചിയുടെ സിസ്റ്റർ ഇൻ ലോ അവിടെ വന്നു. പുള്ളിക്കാരുടെ കയ്യിൽ ഒരു വലിയ ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തെല്ലാം ആയിരിക്കും ആ ബാഗില്? എനിക്കൊരു സാരി കാണും, ഒരു ടോയ്, കുഞ്ഞിനൊരു ഉടുപ്പ്. എന്റെ നോട്ടം മുഴുവൻ ആ ബാഗിലോട്ടായിരുന്നു. ജെസിമാമ്മയുടെ മുഖത്തോട്ട് ഞാൻ നോക്കിയതേ ഇല്ല. പുള്ളിക്കാരത്തി മുറിയിലോട്ട് കയറി വന്നു, ആ ബാഗ് എന്റെ കയ്യിൽ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ, താങ്ക് യു സോ മച്ച്, ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ജെസിമാമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുവാൻ തോന്നി. അപ്പോൾ ജെസിമാമ്മ പറഞ്ഞു, ഇത് സൗരഭിന്റെ തുണിയാണ്. സൗരഭ് എന്റെ ചേച്ചിയുടെ മകനാണ്. അവൻ അവധിക്കാലം ചെലവഴിക്കുവാൻ അവരുടെ വീട്ടിൽ പോയി നിന്നതാണ്. അവന്റെ മുഷിഞ്ഞ തുണിയായിരുന്നു ആ ബാഗിൽ. എനിക്ക് ചിരിക്കണോ കരയണോ എന്നറിയാതെ ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി നിന്നതുപോലെ ഞാൻ അവിടെ നിന്നുപോയി. കമ്മ്യൂണിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ മാരേജ്.
Life before marriage is like Airtel. You can express yourself. After marriage, it is Reliance. Always keep in touch. After honeymoon, it is Hutch. Wherever you go, your wife's network follows you. But after 10 years of marriage, life is like BSNL. The subscriber you are calling is not reachable. Please try later. The best communication with lots of adjectives and adverbs flying in and out happen during a heated argument, like our Paistana Sagadi or our general body meetings. Most communications will be out of syllabus in arguments. Speak when you're angry, and you will make the best speech you will ever regret. ഒരിക്കൽ ഒരു ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, മനുഷ്യ, ഞാൻ നിങ്ങളോട് ഈ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾ എന്തോ അവിടെ കോട്ടുമായിട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഞാൻ വല്ലതും പറയാൻ വേണ്ടി ഒരു 6 പ്രാവശ്യം അങ്ങോട്ട് തുറന്നു. അതെങ്ങനെയാ? എനിക്കൊരു ഗ്യാപ്പ് കിട്ടിയിട്ട് വേണ്ടേ വല്ലതും പറയാൻ. നിങ്ങൾ ഈ ഫോൺ കണ്ടിട്ടുണ്ടോ? ഇതാണ് നോക്കിയ. പണ്ട് 2005, 2006 കാലഘട്ടങ്ങളിലുള്ള ഫോണാണ്. 2005, 2006